കേരള കേരളത്തിലെ സ്കൂളുകളിലെ അറബി ഭാഷ, അറബിക് ലാംഗ്വേജ് ഇൻ കേരള സ്കൂൾസ്. തഹത്തല്ലു ലുആ അൽ അറബിയ, അറബി ഭാഷ പരിഗണിക്കുന്നു. മക്കാന മർമൂഖ, അതിന് വളരെ ഉന്നതമായ ഒരു സ്ഥാനമുണ്ട്. മിൻ ബൈനൽ ലുആത്തിൽ ആലമിയ, ലോക ഭാഷകൾക്കിടയിൽ. വഹിയ ലുആ ഹയ്യ, അത് ജീവസുറ്റ ഒരു ഭാഷയാണ്. സുറയ്യ ഫിൽ ആലം, ലോകത്തിന്റെ നക്ഷത്രമാണ്. സുറയ്യ എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്ന് അർത്ഥം. കാർത്തിക നക്ഷത്രത്തിനാണ് സുറയ്യ എന്ന് പറയുക. വമ്പിച്ച സമ്പത്തെന്ന് സുറയ്യക്ക് പറയും, അത് സുറയ്യക്കും പറയും. ഫഖൽ തഖബ്ബലഹ, നമ്മൾ അതിനെ സ്വീകരിക്കുന്നു. ആര്? അൽ ഹിന്ദ്, ഇന്ത്യക്കാർ. ഖബൂലൻ ഹസനൻ, നല്ല ഒരു സ്വീകരണമാണ് അതിന് കൊടുത്തത്. മിനൽ അസ്ലാഫ്, നമ്മുടെ പൂർവികർ. വനാലത്തിൽ ലോകത്തിൽ അറബിയ, അതുകൊണ്ട് തന്നെ അറബി ഭാഷ നേടി സ്വായത്തമാക്കി. പ്രവാചന ഹസനൻ, നല്ല ഒരു സ്വീകരണം ജനങ്ങൾക്കിടയിൽ. ഫിൽ ഔസാത്തിൽ ആമ്മ, പൊതു ജനങ്ങൾക്കിടയിൽ, പൊതുവായിട്ടുള്ള ആളുകൾക്ക്, സാധാരണക്കാർക്കിടയിൽ. വദാലിക ബിഫാദിലി ദാമുർ റസ്മി മിൻ ജാനിബിൽ ഹുകൂമ, ഭരണകൂടത്തിന്റെ അതിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തു, അതിനെ സംരക്ഷിക്കുന്ന മാർഗങ്ങളുണ്ടായി അറബി ഭാഷയിൽ. വന്തശറത്ത്, അതെങ്ങനെ പ്രചരിച്ചു. ശബക്കത്തുൽ മദാരിസ്, ഇതിന്റെ നെറ്റ്വർക്ക് കൂടെ, സ്കൂളുകളിലൂടെ. അൽ കുല്ലിയാത്ത്, കോളേജ്. അൽ ജാമിയാത്തുൽ ഹുകൂമിയ, യൂണിവേഴ്സിറ്റി. മിൻഹ വൽ അഹ്ലിയ ഹൈസു തദറുസുൽ അറബിയ്യ കമാ ദറൈസിയ ഔ ലാഫിയ, മെയിൻ ലാംഗ്വേജ് ആയിട്ടോ അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ് ആയിട്ടോ എന്ത് ചെയ്തു, അറബി ഭാഷ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കപ്പെട്ടു. അഹ്ലിയ എന്ന നാട്ടുകാരനല്ലേ. വജദീറും ബിദ്ദിക്കർ, എടുത്തു പറയേണ്ടുന്ന സംഗതി, എന്ന വിലായത്തു കേരള, കേരളം. ഖതാത്തു ശൗത്തൻ കസീറൻ ഫി ഹാദൽ മിൾമാർ, ഈ ഒരു ഭാഷ, മിൾമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിനർത്ഥം, ഈ ഒരു ഭാഷക്ക് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇൽമൻ, ബൗദ്ധികമായിട്ട്. ഈ അന്നമാഹിയൽ വഹീദ ഇലൽ വിലായാത്തുൽ ഹിന്ദിയ അൽഹറ, ഇന്ത്യയിലെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിലുപരിയായിക്കൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അൽ അക്സറു ഇഹ്തിമാമൻ, ഏറ്റവും നല്ല പരിഗണന കൊടുത്തു. ബിൽ അറബിയ, അറബി ഭാഷ. ദിറാസ വ തദ്രീസൻ വ ബഹ്സൻ, റിസർച്ച് ആവശ്യത്തിനും പഠനാവശ്യത്തിനും ഒക്കെ ആയിട്ടുണ്ട്. ഈ തദറസു ഹുനാക് മുൻപുൽ മർഹലത്തിൽ ഇബ്തിദായിയ, പ്രൈമറി തലത്തിൽ മുതൽ നമ്മൾ ഇത് പഠിച്ചു വരുന്നു. ഖമാദ്ദറായിസിയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് തന്നെ. ഹത്ത അൽ മറാഹിലുൽ ജാമിയ്യ, എവിടെ വരെ? യൂണിവേഴ്സിറ്റി ലെവൽ വരെ. അലാ ഹിസാബിൽ ഹുകൂമ, അലാ ഹിസാബിൽ ഹുകൂമ, ഹിസാബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ക്, ഭരണകൂടത്തിന്റെ കണക്കനുസരിച്ച്. വയബലു അദദു അസാതിദത്തുൽ അറബിയ അല്ലദീന യതഖാലൂന റാത്തിബുൽ ഹുകൂമി അക്സറു മിൻ 12,000 എന്ന് പറഞ്ഞാൽ എന്തറിയോ? 12,000 എന്ന് പറഞ്ഞാല് എത്ര അൽഫ? 12,000 എന്ത് ചെയ്തിട്ടുണ്ട്? വേണ്ടി ശമ്പളം കൊടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അസാധ്യതത്തിൽ അറബി, അതായത് അത്ര ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഉദ്ദേശിച്ചു കേട്ടോ. 12,000-ഓളം ആളുകൾ. റാത്തിബ് തന്നെ ശമ്പളം, ഗവൺമെന്റ് കേട്ടോ. റാത്തിബ് എന്ന് പറഞ്ഞാൽ ശമ്പളം, സാലറി. ശമ്പളത്തിന് കണക്കല്ല പറഞ്ഞത്. ഇത്രയും 12,000-ഓളം ആളുകൾ, 12,000-ഓളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ട്, അധ്യാപന മേഖലയിൽ. അറബി അധ്യാപന മേഖല. ഇവിടെ നമ്മള് മനാഹിജു ദിറാസിയ അതാണ് നോക്കുന്നത് കേട്ടോ. അതിനെ ചുരുക്കുകയാണ്. അൽ മുത്തബിഅ ഫി മദാരിസിന അൽ ഖൈരാലിയ ഫി നൗഐനി, നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ അത് രണ്ട് ഇനങ്ങളാണ്. ഒന്ന് അൽ മൻഹജു തസ്ലി, നമ്മൾ തുടർന്നു വരുന്ന, പാരമ്പര്യമായി തുടർന്നു വരുന്ന ആ മനഹജ് എന്ന് പറഞ്ഞാൽ കരിക്കുലം. അല്ലദീ യുമസ്സിലുഹു
അതെങ്ങനെയുള്ളതാണ്? ഹൽക്കാത്തുൽ മദാരിസ്, ക്ലാസ്സിൽ ഹൽക്ക എന്ന് പറഞ്ഞാൽ സദസ്, ക്ലാസ് റൂമിൽ ശരിക്കും നടക്കുന്ന പണ്ടേ വന്നിട്ടുള്ള ആ രീതി. ഹൽക്കാത്തുൽ മദാരിസു ദീനിയ, മതപരമായിട്ടുള്ള ക്ലാസ്സുകളുണ്ടല്ലോ, അതെ, മദ്രസകളൊക്കെ. യസ്തഹദിഫു, ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നു, ബിഹി തംകീനു ദാരിസ് അലാ ഫഹ്മിൽ കിതാബ്, ടെക്സ്റ്റ് മനസ്സിലാക്കൽ. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് ഖുർആനാണ് ഉദ്ദേശിച്ചത്. പിന്നെ സാമാന്യ വായിക്കുന്ന കേരളത്തിലെ അറബി ഭാഷ, പറയുന്നത്